പേരാമംഗലം ഞെട്ടി വിറച്ചു ഇന്ന് ഒരു കൊലപാതക വാർത്ത കേട്ട്. കൊല്ലപ്പെട്ടത് 58-കാരനായ പ്രേംദാസ് ആണ്. കൊന്നതോ കൂടെയിരുന്ന് സ്ഥിരം മദ്യപിക്കാറുള്ള സഹോദരന്റെ മകനായ 30-കാരൻ മഹേഷും. തർക്കത്തിനിടെ ഒരൊറ്റ നിമിഷത്തേക്ക് മദ്യലഹരിയിൽ മനസ്സ് കൈവിട്ടു പോയതാണ് ഈ അരും കൊലയിലേക്ക് മഹേഷിനെ എത്തിച്ചത്. അതിക്രൂരമായി തലയ്ക്കടിച്ചാണ് പ്രേംദാസിനെ മഹേഷ് കൊലപ്പെടുത്തിയത്. ബഹളം കേട്ട് നാട്ടുകാർ ഓടിയെത്തിയപ്പോൾ കാണുന്നത് മുഖമാകെ തകർന്ന പ്രേംദാസിനെയാണ്. അത്രത്തോളം ക്രൂരമായ കൊലപാതകം. എന്താണ് സംഭവിച്ചതെന്ന് വിശദമായി പരിശോധിക്കുകയാണ് ക്രൈം ഫയൽ. പേരാമംഗലം നാട്ടാക്ക് പാടം സ്വദേശി കാട്ടിലേതി വീട്ടിൽ പ്രേമദാസാണ് കൊല്ലപ്പെട്ടത്. ഇയാളുടെ സഹോദരന്റെ മകനായ മഹേഷാണ് കൊലപ്പെടുത്തിയത്. ക്രിസ്മസ് ദിനത്തിൽ ഇരുവരും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുകയായിരുന്നു. മദ്യപാനത്തിനിടെ തമ്മിൽ വാക്കേറ്റമുണ്ടായി. വാക്കേറ്റം പിന്നീട് സംഘർഷത്തിലേക്ക് വഴിമാറുകയായിരുന്നു. ഈ സമയത്തായിരുന്നു മഹേഷ് പ്രേമദാസിന്റെ വീടിന് പരിസരത്തുണ്ടായിരുന്ന കൈക്കോട്ടെടുത്ത് ഗുരുതരമായി ആക്രമിച്ചത്. പ്രേമദാസിന് ഗുരുതരമായി പരിക്കേറ്റു. മുഖം പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു. ഇരുവരും തമ്മിൽ ഈ പ്രദേശത്ത് ഇടയ്ക്കിടയ്ക്ക് മദ്യപിക്കാറുണ്ട്. പരസ്പരം വഴക്കിടുന്നതും പതിവാണ്. അതുകൊണ്ട് തന്നെ ബഹളം കേട്ട് നാട്ടുകാരും അടുത്തേക്ക് പോയില്ല. പക്ഷേ സംഭവം ഗുരുതരമാണെന്ന് നാട്ടുകാർ പിന്നീട് മനസ്സിലാക്കി. അങ്ങനെയാണ് പോലീസിൽ വിവരമറിയിച്ചത്. പോലീസ് എത്തിയപ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന പ്രേമദാസിനെയാണ് കണ്ടത്. ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ അധികം വൈകാതെ മരണം സംഭവിച്ചു. അതേസമയത്തു തന്നെ പ്രതിയെ പോലീസ് പിടികൂടി. മഹേഷും പ്രേമദാസും തൊട്ടടുത്ത വീടുകളിലായാണ് താമസം. പ്രേമദാസിന്റെ വീട്ടിലെ വളർത്തുനായയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. പ്രതി മഹേഷ് പ്രദേശത്ത് സ്ഥിരം പ്രശ്നക്കാരനാണ്. പലതവണ അടിപിടി കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. ഇയാൾ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്നും നാട്ടുകാർ പറയുന്നു. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.